ഇന്ന് വേൾഡ് ന്യൂമോണിയ ഡേ ആയി കരുതുന്നു. ന്യൂമോണിയ എന്നാൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതായത് ബാക്ടീരിയ കൊണ്ടോ വൈറസ് കൊണ്ടോ ഫംഗസ് കൊണ്ടോ ഒക്കെ ഈ ലങ്സിനുള്ളിലെ ആൽവിയോളസ് കാറ്റ് നിറഞ്ഞ സഞ്ചികളിൽ പഴുപ്പും ഫ്ലൂയിഡും ഒക്കെ കെട്ടി ഇൻഫെക്ഷൻ ആകുന്നു. അപ്പോൾ രോഗിക്ക് പനിയോടുകൂടി ചുമ, കഫം നിറഞ്ഞ ചുമ, ശ്വാസതടസ്സം, ക്ഷീണം, വിറയൽ ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ ഇത് തടയാൻ പറ്റുന്നതാണെന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നും മനസ്സിലാക്കുക. ഈ വർഷത്തെ തീം എന്നുള്ളത് ചൈൽഡ് സർവൈവലാണ്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ശിശുമരണ നിരക്കിന് ഒരു പ്രധാന കാരണമാണ് ന്യൂമോണിയ എന്നുള്ളത്. പോഷകസമൃദ്ധമായ ആഹാരവും നല്ല വായുവും, നല്ല വായു എന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ പുകവലി ഉണ്ടെങ്കിൽ അത് നിർത്തുക, അതോടൊപ്പം ഇൻഡോർ ഹൗസ് പൊല്യൂഷൻ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം കുഞ്ഞുങ്ങളിലുള്ള വാക്സിനേഷൻ വളരെ ക്ലിയറായിട്ട് കൃത്യമായിട്ട് എടുക്കുക. മാത്രമല്ല ന്യൂമോണിയ ഡയഗ്നോസ്ഡ് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഓക്സിജൻ ആവശ്യമുള്ള കുഞ്ഞുങ്ങളിൽ ഓക്സിജൻ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ പ്രായമായവരിലും അതുപോലെ പ്രതിരോധശേഷി കുറഞ്ഞവരിലും മറ്റ് ക്രോണിക് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇതുപോലെ ന്യൂമോണിയ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ന്യൂമോണിയ പൂർണ്ണമായും പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും, അത് ട്രീറ്റ് ചെയ്യാനും പറ്റും.